കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റീം എഞ്ചിൻ ഓടാൻ തുടങ്ങി. മേരി ഇത് കണ്ടുകൊണ്ടിരിക്കുക. മേരി എന്നിട്ട് ജോർജിന്റെ തോളെ തട്ടി എന്നിട്ട് പറഞ്ഞു, ജോർജ് ഇതിനി നിൽക്കത്തില്ല, ജോർജ് ഇതിനി നിൽക്കത്തില്ല. ഇന്നലെ ഇവിടെ എന്താ പറഞ്ഞേ? ഓടത്തില്ല. ഓടത്തില്ലെന്ന് പറഞ്ഞവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു നിൽക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. യാതൊരു സംശയമില്ല. എന്റെ മദറ്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന അച്ഛനോട് ചോദിച്ചാൽ അച്ഛനെന്ന് പറഞ്ഞ കാര്യമാണ്. ലിവർ സിറോസിസ് ബാധിച്ച് ലിവർ മുഴുവൻ നഷ്ടപ്പെട്ടു. മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ തള്ളി അവിടുത്തെ ആംബുലൻസിൽ PVS കൊണ്ടുപോയി എറണാകുളത്ത്. ഡോക്ടർ മാത്യു പുലിപ്പതവന്റെ സ്നേഹിതനാണ്, കുണ്ടറക്കാരനാണ്, മാർക്കോമക്കാരനാണ്. ഇവിടെ എറണാകുളം പാലാരിവട്ടം സാറൻ പള്ളിയിലെ മെമ്പറാണ്. ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറിനോട് പറഞ്ഞു, സാറൻ പള്ളി കൺവെൻഷൻ പോയി പരിചയപ്പെട്ട് ഡോക്ടറുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ICU ഒരു ബെഡുമില്ല ശ്രീ, പിന്നെ കൊണ്ടുപോകാം, ഞാനൊരു ബെഡ് അറേഞ്ച് ചെയ്തിരാമെന്ന്. ഇവിടുന്ന് കൊണ്ടുപോയി. ഡോക്ടർ ഏകദേശം 2 മാസത്തിൽ കൂടുതൽ, 3 മാസത്തോളം ട്രീറ്റ് ചെയ്തു. ഒടുവിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അമ്മ രക്ഷപ്പെട്ടില്ല, 6 മാസത്തിനകം മരിക്കും. അതുകൊണ്ട് സുധി ഇത്രയും കഷ്ടപ്പെടേണ്ട എന്തിനേക്കും ഇങ്ങനെ പിഴപ്പിടുന്നതിന് ഞാൻ പുഷ്പഗിരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് എഴുതാൻ അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. ഞങ്ങൾ നിരാശരായി അമ്മയെ ഞങ്ങൾ തിരിച്ച് പുഷ്പഗിരി കൊണ്ടുപോയി. അവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവാക്കി. മുൻപ് വരികയാണ്, ശ്വാസം കിട്ടുന്നില്ല, വളരെ ക്രിട്ടിക്കലായ അനുഭവത്തിലൂടെ പോകുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചോട് പറഞ്ഞു, ഞങ്ങൾ ഓലയിലാണ് താമസിക്കുന്നത്, ക്രിസ്ത്യൻ കാര്യമാണ്. അവിടെ കൊണ്ടുവന്നു. വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥന നടത്തി. നിങ്ങളോട് ഞാൻ പറയാം, ഇപ്പോൾ ജീവനോടിരിക്കൊണ്ട് വർഷം 12 എടുക്കാൻ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി. ഡോക്ടറായി എന്റെ അമ്മച്ചിക്ക് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ അമ്മ ഇത് ദൈവത്തിന്റെ മൃഗമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ഇന്നും പറയണം, ധൈര്യത്തെ പറയണം. ജീവിതത്തിൽ വിശ്വാസത്താൽ കാഴ്ചവെട്ട് വെച്ചു പറയണം, യേശു ജീവിക്കുന്നു. അവൻ അത്ഭുതത്തിന്റെ ഒരു നാളുണ്ട്. നമുക്ക് ഡെഡ് ബോഡി മരിക്കുമ്പോൾ കൊടുക്കാനുള്ള ഫോട്ടോ എടുത്തു. എന്റെ സഹോദരൻ അളിയൻ ബോഡിയിൽ അടിക്കുന്ന സ്പ്രേ ഉൾപ്പെടെ കൊണ്ടുപോകും. അതുകൊണ്ട് പള്ളിക്ക് ഒരു അമ്മച്ചിക്കാവും ഉപയോഗിച്ചത്. എന്റെ പേരിൽ അമ്മച്ചിക്കാണ് ഉപയോഗിച്ചത്. അവൻ ഇന്ന് രാത്രി യേശു പറയില്ല നാളെ കുറിച്ച് ഞാൻ ഊകാൻ പോകുന്നല്ല പറഞ്ഞു. എന്താണ് അച്ഛന്റെ പേരുടെ പറഞ്ഞു, ശരി രാജ്യത്ത് പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ആരാണ്? വിചാരപ്പെടേണ്ടാണ് തമ്മനാ പറഞ്ഞത്. അവന് ചില പദ്ധതിയൊക്കെ. ഒന്ന്, യേശു ജീവിക്കുന്നത് കൊണ്ട് ഒരത്ഭുതം ഉണ്ട്. 2, എന്തുകൊണ്ട് അത്ഭുതമുണ്ട്? മുമ്പേ പറഞ്ഞല്ലോ, യേശു തന്നെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാനാനിലെ കല്യാണ വീട്, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടുത്തെ കാനാനിലെ കല്യാണ വീട്ടിൽ വീഞ്ഞുമായി അപമാന ഭാരത്താൽ നിൽക്കുന്ന ഒരു ഭവനം. യേശു പച്ചവെള്ളം വീണാക്കി. എപ്പോഴും ഓർക്കണം, കാനാനിലെ കല്യാണ വീട്ടിലെ നമ്പർ 1 ഭൂതം തന്നെയാണ് മനുഷ്യ. കണക്കൂട്ടലുകൾ തെറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒത്തിരി കാൽക്കുലേഷൻ ഒന്നും വേണ്ട, ഒത്തിരി കണക്കൂട്ടലൊന്നും വേണ്ട. നമ്മൾ കണക്ക് കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ മനുഷ്യന് കല്യാണം നടത്തിയത് കൊണ്ട് നല്ല കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. 100 പേരെ വിളിച്ചു, 110 പേർക്ക് എന്താ ചെയ്തു? അതല്ലേ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ കാറ്ററിംഗ് ഞാനോട് എന്താ പറയും? 10 പേർ കൂടെ അതിനെ നിന്റെ മേൽ ഇവനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ ഇത് എന്ന് വെച്ചാൽ കണക്കൂട്ടലുകൾ തെറ്റുന്നവനാണ് മനുഷ്യനെന്ന് യേശു പഠിപ്പിച്ച ഭാഗമാ കാനാനിലെ കല്യാണ വീട്. അവിടെ പച്ചവെള്ളം ഈടാക്കിയിട്ട് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു ഇതിനെ
അവസാനിപ്പിച്ചിട്ട് പോയിട്ടില്ല. ആമേൻ. ഒന്ന്, യേശു ജീവിക്കുന്നത് കൊണ്ട് വരട്ടെ. രണ്ട്, ആരംഭിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ടുള്ളൂ, അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഞാൻ പോയില്ല. അതുകൊണ്ട് മൂന്ന് യെശയ്യാ 9:25 വായിച്ചു കാണും പാഠം. അവൻ അത്ഭുതം, മന്ത്രി, വീരനാം, ദൈവം, നിത്യപിതാവ്. യേശു ജനിക്കുന്നതിന് മുമ്പ് ജനിക്കാൻ പോകുന്ന മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയുക, ജനിക്കാൻ പോകുന്നവൻ ആരാ? അത്ഭുതം. ദിവസത്തിന് ഈ പള്ളി പറഞ്ഞു അച്ഛൻ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അലക്സത്തിന് ഇവിടെ വരണം, ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അലക്സച്ചൻ ആരാണെന്ന് നിങ്ങൾക്ക് ആണല്ലേ? ആണോ? അങ്ങനെ തന്നെ. എന്നാൽ യേശു വന്നില്ല, യേശു ജനിച്ചില്ല, യേശു ഒന്നും ചെയ്തില്ല. അതിനു മുമ്പ് ജനിക്കാൻ പോകുന്നവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ജനിക്കാൻ പോകുന്നവൻ ആരാണ്? അത്ഭുതങ്ങളുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ജന്മത്തിന് മുൻപേ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യമാണ്, ഈ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ വിശ്വസിക്കാമോ? യോശ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, നമുക്കൊരു നാളെ ഉണ്ട്. അതെന്താണ്? മിറക്കിളിൻ ടുമോറോ, അത്ഭുതത്തിന്റെ ഒരു നാളെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. പക്ഷേ സലോമോൻ ചോദിച്ച ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞെങ്കിൽ നമ്മുടെ ചോദ്യം നിസ്സാരമാണ്. യേശു ഉത്തരം പറയുന്നു, നീ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. അത്ഭുതത്തിന്റെ വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ. രണ്ട്, എന്താണ് വിചാരപ്പെടുന്നത് യേശു ഉറപ്പിച്ച് പറയാൻ കാരണം? മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച വാക്യമാണ് 6-ാം അധ്യായത്തിന്റെ 31 മുതൽ താഴെയുള്ള വാക്യം ഒന്ന് വായിച്ചു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നാളേക്കായി രണ്ട്, കെയർ ഇൻ ടുമോറോ, കരുതലിന്റെ ഒരു നാളെയുണ്ട്. ഞാൻ പറഞ്ഞതല്ല, യേശു അല്ലേ പറഞ്ഞ വിചാരപ്പെടരുത്. അങ്ങനെയാണ് ആ യേശു തന്നെ പറയുന്നു, നിങ്ങൾ ആകാശത്തില് തടസ്സത്തിരിക്കുന്ന വലിയൊരു കൂട്ടം പുരുഷാരത്തെ നോക്കി, വത്സര ശിഷ്യന്മാരെ നോക്കി യേശു പറയുന്നു, ആകാശത്തിലെ പുറമെ നോക്കി, അവ വിളക്കുന്നില്ല, കൊയ്യുന്നില്ല, കളക്കുകയും. പഞ്ചായത്ത് പ്രസംഗത്തിൽ തുടങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ അച്ഛന്മാർക്കും ഉപദേശമാർക്കും ഇത് പ്രസംഗിച്ചിട്ട് പോകാൻ ഈസിയാണ്, ആകാശത്തിലെ പറവെ നോക്കിക്കോളാൻ. ആകാശത്തിലെ പറവയ്ക്ക് വിട്ടിലും പച്ചിലും മതി സാറേ. എന്റെ ഭാര്യ വിട്ടിലും തിന്നത്തില്ല, പച്ചിലും തിന്നത്തില്ല. എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൂടെ 100-150 രൂപയുടെ സാധനം വേണം ഒരു ദിവസം. ഉപദേശം പ്രസംഗിക്കുക, ആകാശത്തില് പറവൻ നോക്കിക്കോളാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതിനേക്കാൾ എത്രയോ വിശേഷത ഉള്ളവരാണ്. ചെയ്യാത്തവൻ 55 പറയുന്നു, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികളും നിങ്ങളുടെ വഴികളിലും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അല്ലേ? ശിഷ്യന്മാർ പടയിൽ കയറി പോവുക, യേശു തലവെച്ച് തുടങ്ങുക, കാറ്റടിക്കാൻ തുടങ്ങി. ഒരു ശിഷ്യൻ വിളിച്ചു കർത്താവിനെ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക്. യേശു ഉറങ്ങലല്ല, ഞാൻ വിശ്വസിക്കുന്നു യേശു ഉറക്കം നടിച്ചതാ, യേശു കാറ്റടിപ്പിച്ചതാ, യേശു പടവ് കുളിക്കടാ. എന്തിനാണെന്നറിയാമോ? യേശു ശിഷ്യന്മാരുടെ നൂല് പറയുക, സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം, പടകിൽ കാറ്റടിച്ചാലും പടകിൽ വെള്ളം കേറിയാലും നിനക്കൊരു പോറൽ വെക്കാതെ നിന്നെ അക്കരെ കൊണ്ടെത്തി
കുറിച്ച് വിചാരമുണ്ടെന്ന് നീ അറിയണം. അതിനുവേണ്ടി ഞാൻ അടുപ്പിച്ചതായി കാറ്റ്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലായത് വീട്ടിൽ വന്ന കാറ്റ് തമ്പുരാൻ അടുപ്പിച്ചതാണ്. വീട്ടിൽ വന്ന പ്രതികൂലം, വീട്ടിൽ വന്ന കൊടുങ്കാറ്റ് യേശു അടുപ്പിച്ചതാ. യേശുവിന്റെ ആഗ്രഹമുണ്ട് നിന്നെ ഇതിനകത്തും നടത്താൻ എനിക്ക് കഴിവുണ്ടെന്ന് നീ അറിഞ്ഞ് സ്വോത്രം പറയാൻ വേണ്ടിയാണ്. അങ്ങനെ എത്രയോ പ്രാവശ്യം കാറ്റടിപ്പിച്ചു ഇല്ലേ? എത്രയോ പ്രാവശ്യം പടം നുഴഞ്ഞു. തിരിച്ചറിയാൻ പറ്റിയില്ല. തിരിച്ചറിഞ്ഞു ഈ കാറ്റ് അവൻ അടിപ്പിച്ചതാ. ഈ കാറ്റ് യേശു അടിപ്പിച്ചതാ. കാരണം നമ്മെ കുറിച്ച് അവൻ എന്തുണ്ട്? ഇവിടെ പറയുകയാണ് നാളേക്കായി നിങ്ങൾ മൂന്ന് കാര്യം അവിടെ പറയുന്നത്. നിങ്ങൾക്ക് സമയം വരെ പോകാമല്ലോ, കുഴപ്പമില്ല. എന്താണ് ദൈവത്തിന്റെ കരുതലിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ അതൊരു പഴഞ്ചൻ ഒരു വാക്കായിട്ട് മാറും. എന്താണ് ദൈവത്തിന്റെ കരുതലിന്റെ പ്രത്യേകത? മൂന്ന് പ്രത്യേകത. ഒന്ന്, വായിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിനോട് തമ്പുരാൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് ആഹാബിനോട് ചെന്ന് പറയണം, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പ്രദേശിച്ച് പോവുക. ഈ ശക്തമായി തമ്പുരാൻ ഉപയോഗിച്ചിട്ടുള്ളവരെയൊക്കെ നിങ്ങൾ വേദോസത്തിൽ നോക്കിയിട്ട് അവർക്കൊന്നും വലിയ പാരമ്പര്യവും വലിയ അഡ്രസ്സും ഒന്നുമില്ല. ഏലിയാവ് പോയി വിരച്ചോണ്ടി വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അങ്ങനെ സംഭവിച്ചു. ക്ഷാമമായി. അപ്പോൾ ഏലിയാവിനോട് തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു. എന്തോന്നറിയാമോ? നീ എഴുന്നേറ്റ് കെരീത്തോട്ടിനരികെ പോയി പാർക്കണം. നിന്നെ കരുതേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫാർമേഴ്സ് ബാങ്കിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞാൽ ഇതിനകത്ത് സ്വതന്ത്രം പറയുന്നത് എത്ര പേര് പോയി കാക്ക കൊണ്ടുതരും. ഇപ്പം ഞാൻ ലേഖനങ്ങൾ പറയാറുണ്ട്, നമുക്കിപ്പം നമ്മൾ വലിയ സ്ഥലം സുവിശേഷർ ഇല്ല, സുവിശേഷർ വരുന്നില്ല. നമ്മുടെ മിഷനറിയിലൊക്കെ സുവിശേഷർ റിട്ടയർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒമ്പാടി ഞങ്ങളുടെ 6-7 പേരുള്ള 4 പേര് യാക്കോബ സഭയിൽ നിന്ന് ഫസ്റ്റ് ട്രെയിനിങ്ങിന് കിട്ടുക. കാരണം നമുക്ക് വിപ്ലവമൊക്കെ പറയണം, പക്ഷേ കാക്ക തരും, നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞ സ്തോത്രം. 3-4 പേരാണ് ഓരോ വർഷം റിട്ടയർമെന്റിലോട്ട് പോകുന്നത്. അവരവിടേക്ക് വിടണം. ആര് പോകും? അപ്പൊ ഈ ഏരിയാവിനോട് പറഞ്ഞു, കാക്ക വരും, നീ പോയി എവിടെ ഇരിക്കണം? എന്താ പോകാത്തെ? നമ്മൾ കാക്ക വരും പോകാൻ പറഞ്ഞാൽ എന്താ പോകാത്തെ? നിങ്ങൾ പറ, എന്താ പോകാത്തെ? ആരെ വിശ്വാസമില്ല? പോട്ടെ, ഇത് വായിക്കോട്ടെ. ഞാന് ഇത് വായിച്ചപ്പോൾ ഓർത്തു, തമ്പുരാൻ എല്ലായിടത്തും വിട്ടത് പ്രാവിനെയാണ് അല്ലേ? ഇവിടെ അച്ഛന്മാരുടെ വെച്ചാൽ എല്ലാ സ്ഥലത്തും വിട്ടത് പ്രാവിനെയാണ്. ഇവിടെ കൂടുതൽ പ്രാവാണ്. ഈ ഉപദേശിയോട് മാത്രമേ പറഞ്ഞുള്ളൂ ആര് വരുമെന്ന്. അതെന്തോ തമ്പുരാൻ ഈ പ്രാവ് വരുമെന്ന് പറഞ്ഞാൽ ചൂടെ വിശ്വസിച്ചത് അല്ലേ? ഈ കാക്ക വരും എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ഒരു ദൂതുണ്ട്. എന്താ ദൂതെന്നറിയാമോ? കാക്ക ആരാ സാധനം? പറ്റിപ്പറ്റുണ്ടോ? ആ നമ്മൾ ബൈബിളിൽ നിർത്തണം പറയാം. വീട്ടിൽ പോയിട്ട് നോക്കയ്ക്ക് ഗുണം ചെയ്യാത്ത സാധനത്തിന്റെ പേരാ കാക്ക. 27 നോക്കിയാൽ മതി. വീട്ടിൽ പോയി അല്ലെ, പെട്രോളിനകത്ത് കെട്ടിക്കടത്തി തട്ടി തലോടി വെള്ളം കൊടുത്ത് എല്ലാ മൃഗത്തിനും അതതിന്റെ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കൊടുത്ത് ഈ ഉദ്ദേശം വളർത്തിയതാണ്. ഉദ്ദേശിച്ച് എന്നിട്ട്
ഒടുവിൽ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയോട് പറഞ്ഞു എങ്ങനെയുള്ള അന്തരീക്ഷം നടന്നിട്ട് വരാൻ പറഞ്ഞു. ഒന്ന് പോയി വീണ്ടും വന്നു, തിരിച്ചു വന്നു, വീണ്ടും പോയി, പിന്നെ ഒഴിവാക്ക് പോയി, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ആകെ കൊണ്ടുവന്ന് പ്രാവ ഒരേലുണ്ട്, മനസ്സിലായോ? അപ്പം ഞാൻ ഒരു ദൂരെഴുതി വെച്ചു. എന്താണെന്ന് അറിയാമോ? ആ കാക്കയുടെ തലമുറയാ ഈ കാക്ക. ഏതാ ഇത് എവിടുന്നുണ്ടായത്? പെട്ടെന്ന് നന്ദി കഴിഞ്ഞല്ലേ കാക്ക ഉണ്ടാകുന്നത്. ആ കാക്കയുടെ തലമുറയാ ഈ കാക്ക. അങ്ങനെയാണ് നിങ്ങൾ ദൂർ ഇന്ന് രാത്രി ഏറ്റെടുക്കണം. വളരെ വ്യക്തമായ ശക്തമായ ദൂരാണ്. നിനക്ക് ഗുണം ചെയ്യത്തില്ലെന്ന് നീ വിചാരിക്കുന്ന വ്യക്തിയെ കൊണ്ട് നിനക്ക് വേണ്ടി കരുതുന്നതാണ് ദൈവത്തിന്റെ കരുതൽ. ഇത്രവർക്ക് മനസ്സിലായി? ദൂരം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ഗുണം ചെയ്യത്തില്ലെന്ന്, നമുക്ക് നന്മ വരുത്തത്തില്ലെന്ന് പറഞ്ഞ് നമുക്ക് ഭാരം പണിയുന്ന അച്ഛനെ കൊണ്ട് 2024 നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഉണ്ടോ? സ്വന്തം പറയാം. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് തരുന്നത് ഒരു വലിയ കരുതലായിട്ടൊന്നും കാണണ്ട. നിനക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത് പോകണം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും പരിചയമില്ലാത്ത ഏതോ ഒരു സമയത്ത് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച ഒറ്റ പരിചയം വേറെ ആൾക്കോ കൊടുക്കാൻ വെച്ചിരുന്നത്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ കരുതൽ. ഞാന് ചിലപ്പോൾ ഒരുപാട് പറയാറുണ്ട് എന്റെ അനുഭവം. ഒരു പറഞ്ഞാൽ ഞാനൊരു ഭാവം പറഞ്ഞ സാക്ഷ്യങ്ങളെ പറഞ്ഞു പോകുമ്പോൾ നല്ല രക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ പല രീതിയിൽ ചിലപ്പോൾ വ്യാഖ്യാനം. അതുകൊണ്ടാണ് ഞാൻ പറയാം. ഞാന് എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഈ ഇവിടുത്തെ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര ഫീസ് ഭയങ്കരമായിരുന്നു. ഇപ്പൊ ഒരു സ്ത്രീ ഇന്ന് രാവിലെ നമ്മുടെ സഹോദരി എന്നെ ആരോ ഒരാൾ പരിചയപ്പെടുത്തുക. ആ ആന്റി ഞാൻ താമസിക്കുന്ന വീട്ടിലോ എന്നെ കണ്ടിട്ട് എന്നെ ചോദിച്ചു, വളരെ എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നേ? പിന്നെ എന്നോട് ആരോ പറഞ്ഞു, എന്റെ മനസ്സിൽ പറഞ്ഞു, പുള്ളിക്കാരുടെ ഒരു ഭാഷ പറയുകയാണ്, എന്റെ പൈസ ഒക്കെ ഇഷ്ടമാണ്, ദൈവം ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞാലേ ഞാൻ കൊടുക്കുന്നു. ഞാൻ എന്നൊരു പുള്ളിൽ അങ്ങനെ ഫീലിംഗ് ഉണ്ടായി. അതുകൊണ്ട് എത്ര വിശ്വാസത്ര ഞാൻ ഒരാൾക്ക് 3200 പോയിട്ട് എന്നോട് പറഞ്ഞ 2 മിനിറ്റ് വരാൻ പറഞ്ഞിട്ട് അവന് 3500 നോട്ടായിട്ട് കൊണ്ടില്ല 3500 ഞാൻ നിങ്ങളോട് കാര്യം പറയാം. അതാ കരുതൽ. നീ പ്രതീക്ഷിക്കാത്ത എന്താ പത്രം പറയാം. ഇന്നലെ പറഞ്ഞ പോലെ ബാലസംഘത്തെ കയറിയെന്ന് പറയാനൊക്കത്തില്ല. തവളയെ പോലും കയറാത്തവരായിരിക്കും. മനസ്സിലായോ? ദൈവത്തെ നന്ദിയോടെ ദൈവത്തിന്റെ മക്കളെ ഓർക്കുക. ദൈവം ആരാന്നറിയാം? പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും കാക്കയോട് പറഞ്ഞാണ് നമ്മുടെ കാക്കേ, ആണ് നിനക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തരാം. എന്റെ ചുണ്ടത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നോടാ, പിന്നെ നീ അതെ പറയരുത്. ആദ്യ കാക്കയ്ക്ക് ഞാൻ കൊടുത്ത് കാണും കർത്താവ് ആ ആവശ്യത്തിന്. അവന് വയറ് നടന്നിട്ട് പറഞ്ഞാണ്, ഇനി ഈ പൊതിയെ തൊടരുത്, ഇത് കൊണ്ടുപോയി രാവിലെ വൈകിട്ടും അപ്പവും ഇറച്ചിയും. അങ്ങനെയാണ് ദൈവത്തിന്റെ കരുതലിട്ടോ. ഒന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, നീ കരുത്തില്ലെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിനക്ക് വേണ്ടി കരുതുന്ന കരുതലിന്റെ പേരാണ് യഹോവ ഈരെ. 2, ദൈവത്തിന്റെ കരുതലിന്റെ പ്രത്യേകത 2-3
തെളിയിക്കാം. നിങ്ങൾ ഒരു ആകാംക്ഷയോടെ പഠിക്കാൻ താല്പര്യത്തോടെ നിൽക്കുന്നു. എനിക്കത് തോന്നുന്നുണ്ടോ സത്യം അറിയാം. ഈ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ഞാൻ ഇടയ്ക്കൊന്നും പാടാതെ ഈ നിർബന്ധം ഒരു സ്ഥലത്ത് വന്ന് ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങളുടെ മനസ്സിലൊരു ദൂത് കിട്ടണം. ഞാൻ 8 കഥ പറഞ്ഞ് 10 പാട്ട് പാടിയിട്ട് പോകാൻ കൺവെൻഷന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ നേരെ മറിക്കുമ്പോൾ ഓർക്കണം, ആ ദേവദാസൻ നിങ്ങളെ കൺവെൻഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ചിന്ത കിട്ടിയിരുന്നു. അതെന്നെ ബൈബിൾ പഠിപ്പിച്ച ദേവദാസന്മാർ എനിക്ക് തന്ന ഉപദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 8:7 വായിച്ചു. അതിനെ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 2 നമ്മൾ വായിക്കുന്നു. 2-ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. 10-ാമത്തെ വാക്യം സമയം പോയി ഞാൻ പറയാം. വീഞ്ഞ് കൊണ്ട് കൊടുത്തു. ഉടനെ വീഞ്ഞുമായി എന്താ പറയുന്നു? ആദ്യം നല്ല വീഞ്ഞും പിന്നെ ലഹരി പിടിച്ച ശേഷം അല്ലെ എളുപ്പമായത്. ഇവിടെ ഇപ്പൊ തന്നത് ഏറ്റവും അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കരുതലിന്റെ 2-ാമത്തെ പ്രത്യേകത എന്താ അറിയാമോ? ദൈവം തന്നാൽ ഇന്ന് തന്നതിനേക്കാൾ മെച്ചമായതേ നാളെ തരുന്നു. അതാ ദൈവത്തിന്റെ കരുതൽ. ഉദാഹരണം പറയാം. വേഗത്തിൽ രാജാക്കന്മാർ 1-ാം പുസ്തകം 17:6 കാക്ക കൊണ്ടുവന്ന് പൊതിക്കാതെ കപ്പവും എന്തോ കൊടുക്കും, ഇറച്ചിയും കുടിച്ചു. അത് കഴിഞ്ഞ് 1 രാജാക്കന്മാർ 17, 12, 13 സാരാഭാത്തിലെ വിധവ എന്തോ കൊടുത്തു, ചൂടോടെ കൊടുത്തു. ആണോ? ആദ്യത്തെ അപ്പം തണുത്തതാണ്. കാക്കയ്ക്ക് വരുമ്പോഴത്തേക്ക് ഷട്ടിലടിച്ച് വരുമ്പോഴത്തേക്ക് തണുക്കും. അടുത്തത് കൊടുത്തത് ചൂടാ. അപ്പം പറ ദൈവത്തിന്റെ കരുതൽ ഇന്ന് തന്നേക്കാൾ ഇനി 3-ാമത് പോയിക്കേ. രാജാക്കന്മാർ 1:19 ചൂരത്തെഴുതി തടയൽ ആ അപ്പം തീ വളർന്നു കൊടുത്തു. കേട്ടോ? ഈ ബൊഫേ സിസ്റ്റത്തിൽ പോയിരിക്കുന്ന അടിയിൽ കലരുണ്ടാവുന്നത്. അയ്യോ ദൈവം ഇങ്ങനാണോ കരുതുന്നതെന്ന് ഓർത്ത് കണ്ണ് പറഞ്ഞു പോയി. തണുത്ത പൊതിക്കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അടുത്ത ദിവസം ദോശക്കൊള്ളുന്ന വിധവയായ സ്ത്രീയെ കൊണ്ട് നിനക്ക് വേണ്ടി കരുതിയെങ്കിൽ 3-ാമത്തെ കരുതൽ തീയോടുകൂടെ നിനക്ക് അപ്പം തരുന്ന ദൈവമുണ്ട്. ഓ സ്തോത്രം. പുതുമ നഷ്ടപ്പെടാതെ വരുന്ന ദൈവമുണ്ട്. ഇനിയും 4-ാമത് മണിക്ക് തണുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തീയോടെ കഴിച്ചു. 4-ാമത് ഏറ്റവും നല്ലതിലേക്കൊക്കെ പോയി. കാരണം കാണാതെ എടുക്കപ്പെട്ടു. അങ്ങനാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് കരുതി, ഏറ്റവും നല്ലത് കരുതി, ഏറ്റവും നല്ലത് കരുതി, ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്ന നിത്യതയിലേക്കൊക്കെ പോകും. അതാണ് ദൈവത്തിന്റെ കരുതൽ. നിങ്ങൾക്ക് ദൂരം മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ ഭൂമിയിലെ നക്കാപ്പിച്ചൊക്കെ ഏറ്റവും നല്ലതായിട്ട് തരും. എന്നാൽ ഒരു ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ കരുതൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ചൂട് 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 വന്ന് ഏറ്റവും ഒടുവിൽ ഏറ്റവും ദൂരം മാറും. അവനെ കൊണ്ട് ഏറ്റവും നല്ല സ്ഥലത്തൊക്കെ അതോടെ ചേർക്കുമ്പോഴാണ് തമ്പുരാന്റെ കരുതലാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ദൈവം കരുതാൻ നല്ലതാണ്. 3, ഏറ്റവും നല്ലത് എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കരുതലിന്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല. നെഹമ്യാവിന്റെ പുസ്തകം ബാക്കി ഒന്ന് വായിക്കാം. 9-ാം അധ്യായം 21-ാമത്തെ വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 9:21. ചില സാക്ഷ്യത്തിനൊക്കെ എടുത്തൊരു വാക്യമാണ്. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. അവർക്ക് ഒന്നും കുറവുണ്ടായില്ല. അവരുടെ
സാധനത്തിന്റെ പേരാണ് തകിശുതോൽ. എന്തുവാ? തകിശുതോൽ. ഈ തകിശുതോൽ ഇവർ കൊണ്ടുകൊടുത്ത സാധനം. ഈ തകിശുതോൽ എന്തിനാ ഉപയോഗിക്കുന്നത്? യഹസ്കേൽ 16:10. യഹസ്കേൽ 16:10. അത് ചെരുപ്പുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാ? ചെരുപ്പ് തയ്ക്കാൻ. ഇവരുടെ വീട്ടിൽ ചെരുപ്പ് തയ്ക്കാൻ വെച്ചിരുന്ന തകിശുതോലാകുന്നു. എവിടെ കൊടുത്തത്? സമാന കൂടാത്തിന്റെ മൂടുവിൽ തയ്ക്കാൻ കൊടുത്തത്. അവരെ വേറെ ചെരുപ്പ് തയ്ക്കാൻ തോന്നില്ല. തമ്പുരാൻ എന്തോ അറിയാവോ? അവരുടെ പുതുമ നഷ്ടപ്പെടാതെ കാലേലും ദേഹത്തിൽ കിടന്ന തുണിയുടെയും ചെരുപ്പിന്റെയും പുതുമ നഷ്ടപ്പെടാതെ കാല് വീങ്ങാതെ ദൈവം അവരെ എന്തോ ചെയ്തു? നടത്തി. നമ്മുടെ ചെരുപ്പ് എല്ലാ മാസവും പൊട്ടുന്ന എന്തുകൊണ്ടാണ്? സ്വത്രം വന്നില്ല. സ്വത്രം എന്താ ദൈവക്കെട്ട് വെക്കുന്നത്? ഒരു 40 വർഷം നടന്നിട്ടും നീതി വെച്ചില്ല. കാരണം അവർ മുമ്പേ അവന്റെ രാജ്യവും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കരുതൽ ഒന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒന്ന്, രണ്ട് ഇന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്, മൂന്ന് പുതുമ നഷ്ടപ്പെടാതെ കരുതുന്ന ഒരു ദൈവമുണ്ട്. മൂന്ന് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 31-ാമത്തെ വാക്യം യേശു പറയുകയാണ്, നാളെ കുറിച്ച് ഒന്നും വിചാരപ്പെടേണ്ട. നാളെ ചിലത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുക. അപ്പോസ്തല പ്രവൃത്തി 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചു. അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒന്ന് മെർക്കുലിൻ ചുമാറോ, രണ്ട് ഖേറിൻ ചുമാറോ, മൂന്ന് ജഡ്ജിമെന്റ് ചുമാറോ. ഒരു സ്വത്രവും വന്നില്ല. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ എന്തൊരു സ്വത്രമായിരുന്നു? നമ്മളെടുത്ത് ശ്രദ്ധിച്ച് വഹിക്കുന്നത് കരുതുന്ന ദൈവവും അത്ഭുതങ്ങളുടെ ദൈവവും പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. സ്വന്തം സ്വന്തം സ്വന്തം. എന്നാൽ ഇബ്രാഹിം പറഞ്ഞു, പ്രസംഗകരെ, നിങ്ങൾ ഈ ജനത്തെ നശിപ്പിക്കരുത്. ഈ കരുതലും നന്മയും ഒക്കെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ കർത്താവിന്റെ വരവും ന്യായവിധിയും പ്രസംഗിക്കാതെ ഈ ജനത്തെ ഒരിക്കലും നശിപ്പിക്കരുത്. അതുകൊണ്ട് ഓർക്കുക, അത്ഭുതത്തിന്റെ ഒരു നാട് ഉണ്ടെന്ന് കേട്ട് നമ്മൾ സ്തോത്രം പറഞ്ഞെങ്കിൽ, കരുതലിന്റെ ഒരു നാട് ഉണ്ടെന്ന് കേട്ട് നമ്മൾ സ്തോത്രം പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഓർക്കുക, ന്യായവിധിയുടെ ഒരു നാളെയുണ്ട്. യേശു പറഞ്ഞതാണ് നാളെ സംഭവിക്കുമെന്ന് ചിലത്. അതിൽ മൂന്നാമത്തേതാണ് എന്ത്? ജീവിതം എന്ന കണക്ക് പുസ്തകത്തെ ഓഡിറ്റ് ചെയ്യുന്ന ദൈവമല്ല. മറക്കരുത്. ഇടവകയുടെ ആളുകൾ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ 2 ഓഡിറ്റർമാരെ നിന്നെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പറയട്ടെ, ജീവിതം എന്ന കണക്ക് പുസ്തകത്തെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും ചെയ്യണം. അതിന്റെ തക്കവണ്ണം ചിലരെ ഒരു ചിന്ത, ഇത് അച്ഛന്മാരും ഉപദേശമാരും ഒക്കെ ഞങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ആരെ ഭയപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുചെല്ലണമെന്ന് കർത്താവ് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ആരോട് തമ്പുരാൻ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ നാം അറിയണം, ന്യായവിധി ഉണ്ട്. ന്യായവിധി ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു 2 ഭാഗമായി 4 കാര്യം പറഞ്ഞ് ഇത് സത്യമാണെന്ന് തെളിയിക്കാം. വേദപുസ്തകത്തിൽ 4 കാര്യമാണ് നിശ്ചയം എന്ന് പറഞ്ഞിട്ടുള്ളത്. 4 കാര്യം. 4 കാര്യം. ഒന്ന് 39-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലാണ്. 39-ാം സങ്കീർത്തനം 6-ാം വാക്യം, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം
നിശ്ചയം, ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജനിച്ചവരെല്ലാം മരിക്കും. ഇന്ന് നമ്മൾ തന്നെയാണ് യോഗത്തിന് വന്നപ്പോൾ പെർഫ്യൂം എടുത്തുകൊണ്ട് വന്നത്, സ്പ്രേ എടുത്തുകൊണ്ട് വന്നത് അല്ലേ? 5 ദിവസം കഴിയുമ്പോൾ 6 പേരും മരിക്കും. അതിന്റെ പേരാ മരണം. അത്രേ ഉള്ളൂ. അപ്പൊ ജീവിച്ചിരുന്നപ്പോൾ ഒരു കുപ്പി സ്പ്രേ കൊടുത്തതല്ല, മരിച്ചപ്പോ 8 കുപ്പിയാണ്. കാരണം നാട്ട ഒഴിക്കാതെ പെട്ടെന്ന് വിചാരിച്ചതാ. സ്നേഹമൊന്നുമല്ല അല്ലേ? വേദപുസ്തകം പറയുക, കൂടപ്പിറപ്പ് ജനിച്ചവരെല്ലാം മരിക്കും. ലക്ഷപ്രഭു മരിക്കും, ലക്ഷം വീട് കോളനിയില് ലക്ഷ്മണന് മരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ 1-ാമത്തെ പുസ്തകത്തിന്റെ 1-ാമത്തെ ഇടയിൽ അടിച്ച ഗന്ധം മരണത്തിന്റെ ഗന്ധമാണ് കേട്ടോ. മരണത്തിന്റെ ഗന്ധമാണ്. മുജേസി വലിയ കൺവെൻഷൻ കഴിഞ്ഞപ്പോ അവിടെ ഒരു മരണമുണ്ടായിരുന്നു. ആന്റി ഈ സംസ്കാര ശുശ്രൂഷയിൽ ഒരു അനുശോചന പ്രസംഗം പോലെ പ്രസംഗിക്കുന്നു. എന്നോട് ആന്റിയുടെ ഭർത്താവിന്റെ ബ്രദർ പറഞ്ഞു, ബ്രദർ അനുശോചനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രദർ ഒരു 10-20 മിനിറ്റ് ഇതിന് വേണ്ടി പ്രസംഗിക്കണം മരണത്തെ കുറിച്ച്. അപ്പൊ ഞാൻ പ്രസംഗിച്ചു. അപ്പം ഈ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഒരു ചെറുപ്പക്കാരനാണ് ബോഡിയാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞാൽ ഇരുന്നപ്പോൾ ഈ ലൈനായിട്ട് ഇവിടെ അങ്ങനെ വന്നു, ലൈനായിട്ട് കയറി വന്ന് അവിടെ എന്നെ എഴുതിപ്പിച്ചിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു, വേറെ ഞാൻ പുറത്ത് ഇങ്ങനെ ആസ്വദിക്കാൻ ആദ്യമായിട്ട് ഒരു ഡെഡ് ഇരിക്കുമ്പോ ഇങ്ങനൊരു പ്രസംഗം കേൾക്കാൻ. എന്താണ് മരണമെന്ന്, മരണാനന്തരം എവിടെ പോകുന്നു ഒക്കെ അവനിങ്ങനെ പറയുന്നതായിട്ട് ഞാൻ പറഞ്ഞത്, മരണം എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുമോ? അടുത്തത് പറയുകയാണ് 31-ാം സങ്കീർത്തനം 6-ാം വാക്യം, നീ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അല്ലേ? വല്ലതും കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും ഒന്നും കൊണ്ടുപോകത്തില്ല. വെറും കൈയോടെ പോകത്തുള്ളൂ, ശൂന്യമായിട്ടേ പോകത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇവിടെ സമ്പാദിക്കുന്നതൊക്കെ പെട്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുവായിരുന്നെങ്കിലോ എന്ന് പറയുന്നത് അല്ലേ? ഒന്നും തന്നെ വിടത്തില്ല. ഈയിടെ നാട്ടിലൊരു പള്ളിയിൽ സംസ്കാരം നടക്കുക. ആ പള്ളി കുടുംബക്കാരുടെ കോമൺവാൾട്ട്. അപ്പം ഈ കുടുംബക്കാരുടെ പ്രത്യേകത സ്ലോപ്പ് ഉണ്ട് ഓരോ സെല്ലിനും. അപ്പോൾ അടുത്ത വികാരി അച്ഛന്മാരൊക്കെ ഈ സവാളൊക്കെ സമയത്ത് പറയും, ആ പെട്ടിയുടെ അടപ്പ് നല്ലതായിട്ട് ലോക്ക് ഇട്ടേക്കണം, അല്ലെ പറയും കെട്ടിയേക്കണം. കാരണം ഈ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് ചിലപ്പം അപ്പച്ചനാണ്ടിരിക്കും അടപ്പങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞു ലോക്ക് ഇടണം. പിള്ളേർ നോക്കുമ്പോൾ ലോക്കില്ല. ഞാൻ അവിടെ നിൽപ്പുണ്ട്, ഞാൻ പഴുതം പറയുന്നില്ല, ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ആ അപ്പച്ചന്റെ ദേഹത്ത് കിടക്കുന്ന ഒരു തുണി, അതിന്റെ പേര് നാട്ടിൽ ഷോഷാപ്പ എന്നാ പറയുന്നത്, ഷോഷാപ്പ. ആ അപ്പ ഇങ്ങോട്ട് വലിച്ചെടുത്തു, എന്നിട്ട് 2ആയിട്ട് കീറി അത് കൂട്ടി കെട്ടി, എന്നിട്ട് അതുകൊണ്ട് പെട്ടി കെട്ടി. മനസ്സിലായോ? അപ്പച്ചന്റെ ദേഹത്ത് ബന്ധുക്കാരെ കൊണ്ടിട്ട ഷോഷാപ്പ ഇങ്ങോട്ട് എടുത്ത് 2ആയിട്ട് കീറി കൂട്ടിക്കെട്ടി അതുകൊണ്ട് പെട്ടി കെട്ടി. അപ്പൊ ഞാൻ അവിടെ നിന്നു സങ്കടത്തോടും വിലാപത്തോടും എന്റെ ദേവിയോട് പറഞ്ഞതെന്നാൽ, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ബന്ധുക്കാരെ കൊണ്ടുവിടുന്ന ശോശാപ്പ പോലും നേരെ വിടുന്ന കാലവല്ലേ. നീ വ്യക്തമായി പരിശ്രമിക്കുന്നു അല്ലേ? ഫലിതമല്ലേ? ഫലിതമല്ല. അങ്ങനെ ഞാൻ ഫലിതം പറയില്ല, കണ്ടതും കേട്ടതേ പറയുന്നു. വ്യക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം. നിശ്ചയം അങ്ങനെയാണ് 58-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നിശ്ചയം നിശ്ചയം 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 58-ാം സങ്കീർത്തനം 11 നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. കഴിഞ്ഞ 29 വർഷമായി യേശുവിന്റെ ക്രൂശിനെ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈ വാക്യം ബൈബിളിലുള്ളതുകൊണ്ട് നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഇതിനൊക്കെ കൂലിയുള്ള വേലയല്ലേ? അടുത്ത വാക്യം 58:11
ശക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം, പ്രതിഫലമുണ്ട് നിശ്ചയം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്. ലേഖനക്കാരൻ പറഞ്ഞു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ച് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ സംശയം അറിയുന്നു. ഇനി 3 കാര്യം പറയാം. ന്യായവിധി നാളുകളിൽ നടക്കും എന്നുള്ളതിന് 3 തെളിവുകൾ പറയാം. 1, അപ്പോസ്തല പ്രവൃത്തി 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ നിങ്ങൾ പറ. ഒരു ദിവസം നിശ്ചയിച്ചു, ദിവസം നിശ്ചയിച്ചു, നിശ്ചയിച്ചു. ഈ കൺവെൻഷന് വേണ്ടി അത് ഓഗസ്റ്റിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ ഡിസംബറിൽ ഇങ്ങനെ വന്നത്. അച്ഛൻ ഈ 2 ഡേറ്റിനെ കുറിച്ച് ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്നോട് പറഞ്ഞത്? എന്തോ കൺവെൻഷൻ അല്ലേ? യെസ്, ഓർക്കുക. ഇവിടെ എഴുതി ദിവസം. അങ്ങനെയാണ് നടക്കാത്തൊരു കാര്യത്തിന് മനുഷ്യൻ ഒരു ഡേറ്റ് നിശ്ചയിക്കത്തില്ലെങ്കിൽ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് മാത്രമല്ല, എന്റെ കർത്താവ് നടക്കാത്തൊരു കാര്യത്തിന് ദിവസം നിശ്ചയിക്കത്തില്ല. മനസ്സിലായോ? അവൻ ദിവസം ന്യായവിധി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായതുകൊണ്ടല്ലേ തമ്പുരാൻ ഒരു ദിവസം. അതെന്താണെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, ആർക്കും പറയാൻ അറിയത്തില്ല. ചില വെളിവുകളൊക്കെ വന്ന് പറയാറുണ്ട്. ഇന്ന ദിവസം കർത്താവ് വരും, ഇന്ന ദിവസം വിധിക്കും. അത് വെളിപ്പാടല്ല, വെളിവുകേട്ട. കാരണം അത് പറയാൻ ആർക്കും തമ്പുരാൻ അവകാശം കൊടുത്തില്ല. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറ് ചോദിച്ചതുപോലെ പിള്ളേർ ചോദിച്ചു 200 മുഴം നീളത്തെ 20 മുഴം വീതി കൊണ്ട് ഗുണിച്ചാൽ എന്റെ വയസ്സ്, എന്റെ സാറിന്റെ വയസ്സ് എത്രയാണെന്ന് പറയാവുന്നത്. പിള്ളേരൊക്കെ ഞെട്ടിപ്പോയി. 200 മുഴം നീളത്തെ 20 മുഴം വീതി കൊണ്ട് ഗുണിച്ചാൽ പഠിപ്പിക്കുന്ന സാറിന്റെ വയസ്സ് കിട്ടുമോ? കിട്ടത്തില്ല. ഇപ്പൊ പിള്ളേർ വെച്ചാൽ ഇന്നലെ വരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴത്തെ ഉടനെ ഒരു മുസ്ലിം ചെറുക്കൻ പറഞ്ഞു, സാറേ ഞാൻ പറയാൻ ഉത്തരം, സാറിന് ഇപ്പൊ 42 വയസ്സ് ഓർപ്പിച്ചു. അപ്പോൾ സാർ ഞെട്ടിപ്പോയി, ഉത്തരം ശരിയാണ്. സാർ വെച്ചാൽ നിനക്കെങ്ങനെ ഉത്തരം കിട്ടിയ? ഉടനെ അവൻ പറഞ്ഞു, എന്റെ സാറേ എനിക്കൊരു മൂത്ത സഹോദരനുണ്ട്, അവനിപ്പോൾ 21 വയസ്സുണ്ട്. 21 വയസ്സെത്തിയപ്പോൾ അവൻ അരവട്ടനായി. ഈ ചോദ്യം ചോദിച്ച സാർ എന്റെ ഇരട്ടി. പ്രിയപ്പെട്ടവരെ, രാത്രി ഓർക്കുക, ഇത് എന്ന് കർത്താവ് ന്യായവിധി നടത്തുമെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. അവകാശമില്ല. 1 ദിവസം ഒരുക്കി. 2 ജഡ്ജിയെ ഒരുക്കി. 17:31 നോക്കൂ. താൻ നിയമിച്ച ഒരു പുരുഷൻ, അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അപ്പോൾ ദിവസം ഒരുക്കി, ജഡ്ജിയെ ഒരുക്കി. ഇത് 2 ഒരുക്കിയെങ്കിൽ ഇടത്വച്ചയും നടക്കും. നടക്കില്ലേ? നടക്കും. ന്യായാധിപതിയെ ഒരുക്കി, അവൻ ദിവസവും ഒരുക്കി. ഇനി ശക്തമായ ഒരു തെളിവ് തരാം. കോടതി ഒരുക്കി. എന്തോ ഒരുക്കി? കണ്ടുപിടിച്ചിരിക്കുന്നു. കോടതി ഒരുക്കുന്നേ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ച്, ശബ്ദമേർത്ത് മുറുക്കം വായിച്ച്. ഭാവികാല കോടതിയുടെ ദർശനം കാണുകയാണ്. ദാനിയേൽ പ്രവചനം 7:9-10 വാക്യം മുറുക്കോടെ വായിക്കണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു.
പുസ്തകങ്ങൾ തുറന്നു. കോടതി ഇരുന്നു, പുസ്തകം തുറന്നു. ഭാവികാല സംഭവങ്ങളുടെ വെളിപ്പാടാണ് ദാനിയേൽ പ്രവചനം. 2600 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിൽ പ്രവാസിയായി പോയ ദാനിയേൽ ബന്ധത്തിൽ പറയുകയാണ്, ന്യായവിസ്താര സഭയിൽ നിന്ന് പുസ്തകങ്ങൾ ഇതിനേക്കാൾ വലിയ തൊഴിൽ വേണം? വേണം? വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷന്റെ സമാപന രാത്രി ഇവിടുന്ന് പോകുമ്പോൾ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നം വിട്ടേ പോകാം. നാം ഇതിനെല്ലാം ഒരു ദിവസം ദൈവത്തോട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുമെന്നത് നമ്മൾ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വൃതാവാം. നിയോഗത്തിന് വേണ്ടതും കൈവട്ടിയതും എല്ലാം കർത്താവിന് മുമ്പിൽ നാം നിൽക്കണം. ഇന്ന് രാത്രി നമ്മുടെ സന്തോഷം എന്നറിയാം. തിരുവെഴുത്ത് പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ആശാന്തി മാറും. പക്ഷെ പ്രതിഫലം എന്ത് ലഭിക്കും എന്ന് ഇതിന്റെ വെളിച്ചമില്ല. വെറും കൈയോടെ നിൽക്കുന്ന നിത്യതയല്ല വേണ്ടത്. അല്ല വേണ്ടത്. ചിലതൊക്കെ പ്രാപിക്കുന്ന നിത്യതയാണ് വേണ്ടത്. ആ ഉറപ്പല്ലേ പൗലോസ് പറഞ്ഞത്? തങ്ക കിരീടം എന്റെ ശിരസിന്റെ മേൽ വെക്കുമെന്ന്. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി തിരുവെഴുത്ത് പറയലാണ്, നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. 3-4 കാര്യം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1, ഒരു അത്ഭുതമാണെങ്കിൽ. 2, ഒരു കരുതലാണെങ്കിൽ. 3, ഒരു ന്യായവിധി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. അല്ല നിത്യ ശിക്ഷാവിധിയിലേക്ക് നാം പോകുന്നുണ്ട്. 49 സംഘത്തിൽ 20 വാക്യം എന്നോർക്കണം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് മൃഗത്തിന്റെ എന്താണ് അർത്ഥം അറിയാം? 37-21 വായിച്ചു നോക്കിയാൽ ന്യായവിധിയാണ് ഇവിടുത്തെ സംഭവം. നോഹയുടെ കാലത്ത് ന്യായവിധിക്ക് ശേഷം ബൈബിളിൽ എഴുതിയ ഒരു തങ്കവാക്യമുണ്ട്. തങ്കവാക്യം. ഭൂചരജടമൊക്കെ സകല മനുഷ്യരും ചത്തുപോയി. എന്തോ എഴുതി? ചത്തുപോയി. നമ്മുടെ വീട്ടിലെ പൂച്ച മരിച്ചാലേ പറയത്തുള്ളൂ ചത്തുപോയത്, അല്ലേ? മനുഷ്യൻ മരിച്ചാൽ പറയത്തില്ല. മനുഷ്യൻ മരിച്ചാൽ നമ്മൾ അവരുടെ സ്ഥാനമാനം അനുസരിച്ചാ പറയുന്നത്, അല്ലേ? ശരിയല്ലേ? രാജാവ് മരിച്ചാൽ നാട് നീങ്ങി, സ്വാമി മരിച്ചാൽ സമാധിയായി, മരിച്ചാൽ കാലം ചെയ്തു, നേതാവ് മരിച്ചാൽ അന്തരിച്ചു. സാധാരണക്കാരനാണെ പറയും, നിര്യാതനായി, ഇച്ചിരി കൂടിയ വിശ്വാസിയാണെ പറയും കർത്താവിനെ പ്രാപിച്ചു. ഇതപ്പോഴേ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, ഇപ്പോഴാണ് പല വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ നീ ദൈവകൃപയില്ലാതെ മരിച്ച തിരുവെഴുത്ത് പറയുന്നു, നീ മൃഗത്തിന് തുല്യൻ, നീ ചത്തുപോയി. കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളെല്ലാം കേട്ട ദൈവവചനം നമ്മോട് പറയുകയാണ്, നാം ഇതെല്ലാം വെച്ച് അസിംഹാസനത്തിന് മുമ്പിൽ 2023 ദൈവം ഇത്ര അത്ഭുതകരമായിട്ട് നടത്തി. അതിനേക്കാൾ ഒത്തിരി ദൈവം നന്മ, അനുഗ്രഹം, ആയുസ്, ആരോഗ്യം ഒക്കെ തന്നില്ലേ? സ്വസ്ഥതയുള്ള ഒരു ജീവിതം തന്നില്ലേ? നാം ദൈവത്തോട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു. എന്ത് നൽകിയാൽ, എന്ത് ചെയ്താൽ, എന്തിനു വേണ്ടി ഓടിയാൽ കർത്താവിനുള്ള കടപ്പാട് തീരും. ഇന്ന് രാത്രി നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസം. 4 ഒടുവിലായി സദൃശവാക്യം 31-25. ഹോപ്പിംഗ് ടുമാറോ. പ്രത്യാശയുടെ ഒരു നാളെ. പ്രത്യാശയുടെ ഒരു നാളെ. വായിക്കാമോ? സദൃശവാക്യം 31-25. ഭാവികാലം നാളെ ടുമാറോ.
ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കുമായി. അതാണ് നമ്മുടെ പ്രത്യാശ, അല്ലേ? മരണാനന്തരം എനിക്കും നിങ്ങൾക്കും എവിടേക്ക് ചെല്ലാൻ കഴിയുന്നു എന്നുള്ള ഉറപ്പ് ലഭിക്കുന്നതാണ് ജീവിതത്തിന്റെ പ്രത്യാശ, അല്ലേ? ആണോ? ഉറപ്പുണ്ടോ? മരണാനന്തരം അങ്ങോട്ട് പോകും. ഒക്കെ അമ്മച്ച് പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടമുള്ള എടുത്തോട്ട് കൊണ്ടുപോകും. എവിടേക്ക് പോകും? ഗ്രന്ഥാൽ വേണ്ടി വന്നാൽ ഒന്നും പറയാം. യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്, 14-ാം അധ്യായത്തിൽ. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടാ? പിന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും, അല്ലേ? വളരെ ഒക്കെ പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും അരിഷ്ടനും. സ്ത്രീ പ്രസവിക്കാത്തവരാരും വിളിക്കില്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീ പ്രസവിച്ച എല്ലാ മനുഷ്യരും മരിക്കും, അല്ലേ? ഒരു എന്താ മരണം? ഇങ്ങനെ പറയും, മരണം എന്ന് പറയുന്നത് അവൻ പൊടി വന്നായിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരും. ആത്മാവ് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. പൊടിയിലേക്കും ആത്മാവ് എവിടേക്കാ? തന്നവന്റെ അടുക്കിലേക്ക്. ആര് തന്നു? സക്രിയാവ് 12:1. വീട്ടിൽ പോയി നോക്ക്. ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത ദൈവം എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചവന്റെ അടുക്കലേക്കും അത് പൊടിയാണ്. എന്നിട്ട് പൊടിയിലേക്കും പോകുന്നതിന്റെ പേരാണ് മരണം, അല്ലേ? ഈ ശരീരത്തിൽ 2 ഘടകമുണ്ട്, ഒന്ന് മണ്ണും ഒന്ന് വിണ്ണും. വിണ്ണുള്ളത് കൊണ്ടാണ് 42-ാം സംഘത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നത്, നീ തോളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ പറയാറുണ്ടോ? നമ്മുടെ മണ്ണാ കൂടുതൽ, അതുകൊണ്ട് ഇത് പറയാറില്ല കേട്ടോ. വിണ്ണ് മയം നമ്മളുള്ളത് കൊണ്ട് ഭക്തന്മാർ പറയും, നീ തോളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു. സ്തോത്രം. ഇവിടെ അടുത്ത് ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുപള്ളി അതിന്റെ കൺവെൻഷൻ ഇന്നപ്പോ അവിടെ വിളിച്ചു വന്നത്. അപ്പോൾ 1-ാം ദിവസം പ്രസംഗം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടായി പറഞ്ഞു, സാറേ അടുത്ത 12 മരണം അവിടെ ഉണ്ടായി, അതുകൊണ്ട് അടുത്ത 2 ദിവസം മരണത്തെക്കുറിച്ചൊന്ന് പ്രസംഗം. ഞാൻ ഈ വല്ലാത്തൊരവസ്ഥയിലായി. പിന്നെ ഈ പറയുമ്പോൾ പിന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചു. ഇവിടെയാണ് ഞാൻ പിന്നീട് ചിന്തിച്ച് ഇതിന്റെ ഒരുക്കം വേണം. അങ്ങനെ എപ്പോഴാ എന്തു ആരുടെ പറയുന്നതെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, തീരുമാനിച്ച് പറയുന്നു, അത് നമ്മുടെ ശരീരത്തിൽ മണ്ണുകൊണ്ട് വിണ്ണുകൊണ്ട്. പിന്നുള്ളവൻ പറയും, ഞാൻ നീർത്തോടിലേക്ക് മണ്ണുണ്ട്, അതുകൊണ്ടാ സഹോദരനോട് പറഞ്ഞു, അല്ലേ? അതിനായി കിട്ടിയ എന്തുകൊണ്ടാ? മണ്ണുള്ളതുകൊണ്ട്. ചേട്ടനെ അടിച്ച എന്തുകൊണ്ടാ? ഈ നേരത്തെ മണ്ണുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രാണനെ വിട്ടാൽ എവിടേക്കാണ് പോകുന്നത്? അമ്മ 1-2 വാക്യത്തിലൂടെ ഒന്ന് തെളിയിച്ച് അവസാനിപ്പിക്കാം. 86-ാം സങ്കീർത്തനം അമ്മ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം നോക്കി. 86-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം. ദൈവമേ, എന്നോടുള്ള നിന്റെ ദയ വല്ലാവുന്നു. നീ എന്റെ പ്രാണനെ അധമപാദത്തിൽ നിന്ന് ഇതുവരെ എടുത്തില്ലേ? 86-13. എന്നോടുള്ള നിന്റെ ദയ വല്ലാവുന്നു. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 15-24 ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാവുന്നു. കീഴെയുള്ള പാതാളം അവൻ കടന്നു പോകുന്നു. സ്തോത്രം. കീഴെയുള്ള പാതാളം കടന്നു പോകുന്നു. അപ്പം ശ്രദ്ധിച്ച്, കീഴെയുള്ള പാതാളവും
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു സംഭവം പഠിച്ചാൽ മതി. ധനവാൻ മരിച്ചു, രണ്ടുപേര് യാത്ര ചെയ്തു ബർണാറ്റ്. ഒരുത്തൻ കീഴെ പാതാളത്തിലോട്ട് പോയി, ഒരുത്തൻ കൊണ്ടുപോയി നീരെ പാതാളത്തിൽ പോയി. അതിന് ഇട്ട പേരാണ് അബ്രഹാം പിതാവിന്റെ മടി. യഹൂദന്മാർ ഇമ്പങ്ങളുടെ പർദീസയ്ക്ക് കൊടുത്ത അപരനാമമാണത്. അബ്രഹാം പിതാവിന്റെ പിന്നെ കൊച്ചിനെ സൺഡേ സ്കൂളിൽ സഹ പഠിപ്പിക്കുന്നു. മനുഷ്യരെല്ലാം അബ്രഹാം പിതാവിന്റെ മടിയിൽ പോകുന്നു അതിലെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്റെ ദൈവമേ, കർത്താവിനെ കാണുന്നതിന് മുമ്പേ എനിക്ക് അബ്രഹാമിന്റെ മടി ഒന്ന് കാണണം. ഈ മനുഷ്യരെല്ലാം പോയിരിക്കാൻ എന്തൊരു വലിയ മടിയായിരിക്കും. പിന്നെ മനസ്സിലായത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് ഇമ്പങ്ങളുടെ പർദീസയ്ക്കാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇമ്പങ്ങളുടെ പർദീസയിൽ കർത്താവിനോട് കൂടെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ആത്മാവ് നിറയപ്പെടും എന്നുള്ള ഉറപ്പ് ഈ കൺവെൻഷനെ കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അയ്യോ നീ അരിഷ്ട മനുഷ്യൻ. യെസ്, ഹോപ്പിംഗ് ടുമോറോ. നമുക്കൊരു പ്രത്യാശ ഉണ്ടാവും, നമുക്കൊരു പ്രത്യാശ ഉണ്ടാവും. ദൈവത്തിന്റെ മക്കളെ, സലോമോനെ, നീ ജ്ഞാനിയാണ്, നീ വലിയ മനുഷ്യൻ. പക്ഷെ നീ ചോദിച്ച ചോദ്യത്തിന് അഭിലാഷത്തിന് ഉടനെ ഉത്തരം പറഞ്ഞു. നാളെ ചിലതൊക്കെ സംഭവിക്കും, നാളെ ചിലതൊക്കെ സംഭവിക്കും. മെർക്കലിൻ ടുമോറോ, കെയറിംഗ് ടുമോറോ, ജഡ്ജ്മെന്റ് ടുമോറോ, ഹോപ്പിംഗ് ടുമോറോ. ഒരു നിമിഷം ശാന്തമാണ്. നമുക്ക് തമ്പുരാനോട് ചോദിക്കാം, കർത്താവേ, ഞങ്ങൾ നാളേക്ക് വേണ്ടി നീ കരുതുന്നത് ഞങ്ങളുടെ കടകിൽ കാറ്റടിപ്പിച്ചതും ഞങ്ങളുടെ വീട് പിടിച്ചു കുലിക്കലും അസ്വസ്ഥത ഞങ്ങളുടെ കുടുംബത്തിൽ തന്നതൊക്കെ ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ വിചാരം വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലായി തമ്പുരാനെ, മനസ്സിലായി. ഇന്ന് രാത്രി പ്രാണപ്രിയൻ നമ്മോട് സംസാരിക്കുക, പ്രാണപ്രിയൻ നമ്മോട് ഇടപെടുക. നാളെ കുറിച്ച് ആകുലപ്പെട്ട് ഇവിടെ ഇറങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. 1995 കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസത്താൽ കാഴ്ചവെട്ടില്ലെന്ന് പറഞ്ഞ് ഒരു ദൈവഭൃത്യൻ പാടി എന്റെ രണ്ട് കവളിനും ചുംബിച്ച് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദിവസം ഞാൻ ഇന്നും നോക്കുന്നത്. രണ്ട് കവളിനും ചുംബിച്ചു. എന്നിട്ട് എന്നെ വൈദ്യം പഠിപ്പിച്ച കർത്തദാസം പറഞ്ഞു, കുഞ്ഞെ, ആഴം നോക്കുന്നില്ല, ആഴമരായുന്നില്ല, ഇറങ്ങിയ പ്രിയനെ സമുദ്രത്തിൽ നടുവിൽ അലകൾക്കും തെളിഞ്ഞ ഭയപ്പെട്ടില്ല. എന്റെ ജീവിത സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പറയട്ടെ, ദൈവം പഠിപ്പിച്ചു. കാറ്റടിച്ചതും പടകുലഞ്ഞതും ഒക്കെ എനിക്ക് നിന്നെ കുറിച്ച് വിചാരമുണ്ടെന്ന് പഠിപ്പിക്കാൻ. ഇന്ന് രാത്രിയിൽ കൺവെൻഷന്റെ സമാപന ദിവസമാണ്. നീറിപ്പോകുന്ന ജീവിതാനുഭവമായി കർത്താവ് ഇന്നും എന്റെ ജീവിത പടവ് അറിയാതെ എന്നെ കുറിച്ച് വിചാരമില്ലയോ എന്ന് ചോദിക്കേ. തമ്പുരാൻ പറയുന്നു, കുഞ്ഞെ, പ്രിയ മാതാവേ, പിതാവേ, എന്നെ കുറിച്ച് എനിക്ക് വിചാരമുണ്ട്, വിചാരമുണ്ട്, വിചാരമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേൽപ്പിക്കാം. ആളെ കുറിച്ച് നമുക്ക് രാവിലെ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നടത്തിയ വഴികളെ വിളിച്ചെത്തി പറയട്ടെ, ദൈവം നിങ്ങൾക്കും കടക്കാരനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ കൊണ്ട് മനസ്സിൽ ലേവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ ഒപ്പിച്ചു. ആ കോഴ്സ് പാടാൻ പോവാം. ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, നിന്റെ നാളെ എന്റെ കരുത്തിലാണ്. ഈ സന്ദേശത്തിന് മുമ്പ് എനിക്ക് ഇന്ന് രാത്രി ഉറപ്പ് കിട്ടി, എന്റെ തലമുറയുടെ നാളെ ദൈവത്തിന്റെ കരുത്തിലാണ് എന്നുറപ്പുള്ള ദൈവമക്കൾ അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മളത് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. വിശ്വാസ പ്രഖ്യാപനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. നാളെ കൊണ്ട് എൻ മനസ്സിൽ ആരെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എഴുതേക്കെന്ന് പറയണോ ഒന്നും അച്ഛന്മാർക്ക് വേണ്ട, എനിക്ക് വേണ്ട. പക്ഷെ നമ്മൾ ശത്രുവിനെ ജയിക്കണം. കർത്താവിന്റെ വിശ്വാസം നമ്മളേക്ക് പറയുക.
ഞങ്ങളുടെ നാളേക്ക് വേണ്ടി നീ വിശ്വസ്തനാണ്. പാടുമ്പോൾ അതാത് സ്ഥാനത്ത് താല്പര്യമുള്ളവരും തെറ്റാതെ നാളെ കൊണ്ടൻ മനസ്സിൽ അതുകൊണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ടതായ 3 ദിവസങ്ങൾ ദൈവത്തിന്റെ കരുതൽ, വിശ്വസ്തത, സാന്നിധ്യം വ്യക്തമായിട്ട് അനുഭവിച്ച 3 ദിവസങ്ങൾ നമ്മളെല്ലാവരും വ്യക്തമായിട്ട് അനുഭവിച്ചു. കാലാവസ്ഥയൊക്കെ എല്ലാം നീളമാക്കി തീർന്നു ദൈവം വ്യാഴവും വെള്ളിയും ശനി ദിവസങ്ങളിൽ ഏറ്റവും ഗുണമായിരുന്നു. രാവിലെ 9 മണി മുതൽ ഇവിടെ കടന്നു വന്ന് പാസ്റ്ററിന്റെ പങ്കെടുത്തു. അതും വളരെ പുണ്യമായിരുന്നു. രാവിലെ 9 മണി വരെ പ്രദേശം 12 മണിക്കൂർ നേരം ഏറ്റവും പുണ്യമായ വിരുദ്ധത്തിൽ കൂടി കടന്നുപോകാൻ ദൈവം അനുവദിച്ചു. എല്ലാവർക്കും നിന്നും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ഒരു കൺവെൻഷൻ ചിന്തിച്ച നാൾ മുതൽ അതിനെ തീരുമാനിച്ചപ്പോൾ മുതൽ ബഹുമാനപ്പെട്ട ശരിയായുള്ള ഗൈഡൻസ് നൽകുന്നു. പ്രത്യേകിച്ച് തക്കതായ ആളുകൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതോടൊപ്പം സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എബ്രാഹിമിനോടുള്ള സന്തോഷവും അറിയിക്കുന്നു. നമുക്ക് ദൈവത്തിൽ നൽകാൻ വേണ്ടി പല കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തികളാണ് ദൈവം. ഒരു 3 വർഷം കൂടുതൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവസ്ഥാനം നമുക്ക് അന്വേഷണം ആവശ്യം വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തികളെ നമുക്ക് ദൈവം. ആത്മസഭയിലെ ആത്മ സുവിശേഷ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലൊക്കെ മെമ്പറായി വളരെ ശക്തമായ രീതിയിൽ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നതായ മിഷണറി എന്നൊരു പ്രയത്നമാണ് അനുഗ്രഹീതമായ ദൈവത്തിന്റെ പറയുന്നതായ അനുഗ്രഹീതദാസൻ ഇവാഞ്ചലിസ്റ്റ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ദൈവവുമായി കരുതുന്നതിന് മറ്റൊരു സ്ഥിതി കൂടിയാണ്. ഏറ്റവുമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ എല്ലാവർക്കും സുലഭമായ ലളിതമായ രീതിയിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വിധം ലളിതാസൻ നമ്മൾ സംസാരിച്ചു. പള്ളിക്കുന്നോട് സമാവേശമായ ചിലവിഷ്ണു പേരിൽ പേരിൽ നന്ദിയും സന്തോഷവും പ്രത്യേകമായിട്ടും അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മെ സഹായിച്ച ചർച്ചയോട് നന്ദിയും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന്
പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാവരോടും പ്രത്യേക ഫാസ്റ്റുകളിൽ കടന്നു വന്ന എല്ലാവരോടും ഇവിടെ നന്ദി സന്തോഷം കൃത്യമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മനോഹരമാകണമെങ്കിൽ സൗണ്ട് ശരിയാകണം, ഓഡിയോ വിഷ്വൽ കാര്യങ്ങൾ ശരിയാകണം. അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഫെസിലിറ്റി മാനേജർ ഒരു വർഷം മുമ്പ് തന്നെ ഒരു ചാർജ് എടുത്ത എല്ലാ കാര്യങ്ങളും സുന്ദരമാക്കുന്നു. ടീം വർഗീസ് ബാബുവിനോടും അതുപോലെ ഓഡിയോ വിഷ്വൽ ടീമിനോടുള്ള നന്ദി സന്തോഷവും കൃത്യമായിട്ട് അറിയിക്കുന്നു. ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ 5 മണി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ രുചികരമായ കഞ്ഞിയും അതിനോടൊക്കെ ഒരുക്കുന്ന പ്രിയ ചാക്കോ ജോൺസിനോടും ഈശ്വർ മാലിക്കിനോടും അതുപോലെ ഇടവിഷന്റെ ട്രസ്റ്റി ജേക്കബ് പ്രത്യേകമായ നന്ദി സന്തോഷവും കൃത്യമായിട്ട് അറിയിക്കുന്നു. അതുമാത്രമല്ല ഇടവകയുടെ ഓഫീസ് ബെയറേഴ്സ്, ട്രസ്റ്റീസ്, സെക്രട്ടറീസ് അവരെല്ലാവരും നാളെ തന്നെ ദിവസങ്ങളായിട്ട് നമ്മുടെ സെക്രട്ടറി ഇത് വ്യക്തമായിട്ട് അനൗൺസ് ചെയ്തു. എല്ലാ ആഴ്ചയും അനൗൺസ് ചെയ്തു. ട്രസ്റ്റീസും ഓഫീസ് ബെയറേഴ്സ് എല്ലാം ഇടവകയോട് ചേർന്ന് സഹകരിച്ചു. അവരോടുള്ള നന്ദിയും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവരിലും ഉപരിയായിട്ട് നിങ്ങളെല്ലാവരും കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് ബോധിച്ചവരെ കർത്താവ് കൂട്ടിവരുത്തി വന്നവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചു. വരാത്തവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിലുള്ളായ ദാഹം നമ്മുടെ ഇടവേക്ക് ഉണ്ടാവണം. വചനം പഠിക്കുന്നതിന്, കർത്താവിനെ അനുഭവിച്ചിരുന്നതിന്, ആ കരുതൽ അനുഭവിക്കുന്നതിനുള്ളായ ഒരു ദാഹം നമ്മുടെ ഇടവേക്ക് ഉണ്ടാകണം. ഒരു അനുതാപവും ഒരു ഉണർവയ്ക്ക് ഉണ്ടാകണം. അതിന് പ്രാർത്ഥിക്കണം. ഇടമിഷനായിട്ട് എല്ലാ ബുധനാഴ്ചയും നമ്മുടെ പ്രിയപ്പെട്ട അലക്സ് അച്ഛനും റിയച്ചനും നല്ല വ്യക്തമായ രീതിയിൽ, ലളിതമായ രീതിയിൽ, സുന്ദരമായ രീതിയിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വലിയ ഫെസിലിറ്റി നമ്മുടെ മനോഹരമായ ദേവാലയത്തിൽ നാട്ടിൽ വരുന്ന അച്ഛന്മാരെ നമ്മൾ ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല. ഞായറാഴ്ച വരുമ്പോൾ ചെറിയ പ്രസംഗം കേൾക്കും പോകും. എന്നാൽ അവരുടെ പരിചയസമ്പന്നതയും അവരുടെ അനുഭവ പരിചയമൊക്കെ വന്ന് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വേദികൾക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ബുധനാഴ്ച തോറുള്ളായ ബൈബിൾ സ്റ്റഡിയിൽ വന്ന് പങ്കെടുക്കണം. വളരെ റിലാക്സായിരുന്ന് അല്പനേരം പ്രാർത്ഥിച്ച് വചനം പഠിച്ച് ധ്യാനിച്ച് പോകുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് വന്നൊന്ന് സമ്മതിക്കണം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു 2-3 ആഴ്ച വന്ന് നോക്കിയാലേ അതിൻ്റെ മാധുര്യം അറിയത്തുള്ളൂ. ഒരു കാര്യമാണ്. അതിനുവേണ്ടി മെനക്കെട്ടിറങ്ങണം. അതൊരു വസ്തുതയാണ്. വരുന്നവർ അതുപോലെ അനുഗ്രഹം പ്രാപിക്കും. വരുന്നവരൊക്കെ സന്തോഷിക്കുന്നു, ആ സന്തോഷം അനുഭവിക്കുന്നു. അത് നിങ്ങളും പങ്കാളികളെന്ന് വീണ്ടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും എല്ലാവരോടും ഉള്ള നന്ദിയും സന്തോഷവും ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാരിഷ് മിഷൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ജയൻഷാൻ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി ചെയ്യുന്നു. ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ജോയിച്ചാനാണ്. അവരോടും കമ്മിറ്റി മെമ്പേഴ്സിനോടും എല്ലാവിധമായ സ്നേഹവും ആദരവും സന്തോഷവും ഈ സമയം അറിയിക്കുന്നു. നമുക്ക് ലഭിച്ച ഈ നല്ല കൂട്ടായ്മയുടെ അനുഭവത്തിന് ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. നാളെ രാവിലെ 10 മണിക്ക് മലയാളത്തിൽ കുർബാന ദേവാലയത്തിലുണ്ട്. രാത്രി 9 മണിക്ക് സാക്ഷിയോഗം ആരംഭിക്കും. 11 മണിക്ക് ഇംഗ്ലീഷിൽ കുർബാന ഉണ്ടായിരിക്കും. നാളെ രാവിലെയും രാത്രിയിലും സാക്ഷിയോഗത്തിലും പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ നമുക്ക് ദൈവവചനം നൽകും. എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥനയോടെ ശുശ്രൂഷയിൽ പങ്കുചേരണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം എൻ്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഇടക്കാരോഷം വിശ്വസിക്കുന്ന പോലെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളത്. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ നാം അനുഭവിച്ച ദൈവകൃപയോടുകൂടെ, നാം കേട്ട ദൈവവചനത്തോടുകൂടെ, ഈ കൺവെൻഷൻ്റെ അനുഭവത്തോടുകൂടെ നാളത്തെ വിശുദ്ധ ദിവസത്തെ ആരാധനയോട്